ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. കാട്ടാന ആക്രമണം വീണ്ടും. വയനാട്ടിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. അട്ടമല സ്വദേശി ബാലനെ കാട്ടാന ആക്രമിച്ചത് ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് സമീപം. ഒരാഴ്ചക്കിടെ കാട്ടാന കൊന്നത് 4 പേരെ. വയനാട്ടിൽ നാളെ UDF ഹർത്താൽ. ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിലല്ലെന്ന് ആവർത്തിച്ച് വനമന്ത്രി. നിലമ്പൂരിൽ പട്ടാപ്പകൽ കാടിറങ്ങി കാട്ടാന. അമ്മയുടെ മരണം അന്വേഷിക്കണമെന്ന മക്കളുടെ പരാതിയിൽ അച്ഛൻ കസ്റ്റഡിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചേർത്തല സ്വദേശി സോണിയെ. ഭാര്യ സിജിയെ മർദ്ദിച്ചു കൊന്നെന്ന പരാതിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനും നീക്കം. പത്തനംതിട്ട റീന വധക്കേസിൽ ഭർത്താവ് മനോജ് കുറ്റക്കാരനെന്നും കോടതി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഡംബലും കോമ്പസും ഉപയോഗിച്ച് അതിക്രൂര റാഗിംഗ് എന്ന വിദ്യാർത്ഥികളുടെ പരാതി. പീഡനം തുടർന്നത് 3 മാസം. വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിട്ടില്ലെന്ന് കോളേജ് അധികൃതർ. കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു ബോധരഹിതയാകുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന കത്ത് ന്യൂസ് 18. കടുത്ത മാനസിക പീഡനം നേരിട്ടെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കുടുംബം. ജോളിയെ സ്ഥലം മാറ്റിയത് ചട്ടം ലംഘിച്ചാണെന്ന് മുൻ ഉദ്യോഗസ്ഥൻ. ജോളിയുടെ മൃതദേഹം സംസ്കരിച്ചു. സ്കൂട്ടറിന് ശേഷം പാതിവിലയിൽ കാർ നൽകാനും അനന്തകൃഷ്ണൻ പദ്ധതിയിട്ടു. അറസ്റ്റ്. കാർ പദ്ധതിയുടെ ആലോചനകൾ നടക്കുമ്പോൾ തട്ടിപ്പ് പുറത്തുവരുന്നതിന് 1 വർഷം മുൻപേ ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിൽ ഭിന്നത. ഇരുവരുടെയും സംഭാഷണത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ ന്യൂസ് 18. നിയമസഭയിൽ പോലീസ് അതിക്രമവും വീഴ്ചയും ഉന്നയിച്ച് പ്രതിപക്ഷം. പോലീസിന്റെ തണലിൽ ഗുണ്ടകളുടെ സമ്മേളനമെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു സംഭവത്തിന്റെ പേരിൽ പോലീസിനാകെ വെളിവില്ലെന്ന് പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സ്പീക്കർ VD സതീശൻ വാക്പോര്. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ്. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിലെത്തും. ട്രംപിന്റെ 2ാം വരവിലും സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ. കാടിറങ്ങി നാടിന് ഭീതിയാകുന്നവർ. നിലമ്പൂരിൽ കാട്ടാന ഇറങ്ങി. പോത്തുകല് അപ്പൻകാപ്പ് ആദിവാസി നഗറിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. രാവിലെ 11:30യോടെയാണ് ആന ഇറങ്ങിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വീണ്ടും ആന പേടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും കാട്ടാന അവിടെ തമ്പടിച്ചിരിക്കുകയാണോ? ഏത് തരത്തിൽ കാട്ടിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്? അപർണ, നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തില് വനമേഖലയോട് അല്പം ചേർന്നാണ് ഈ അപ്പൻകാപ്പ് ആദിവാസി നഗർ ഉള്ളത്. അവിടെ സാധാരണ വന്യജീവികളുടെ സാന്നിധ്യം രാത്രികാലങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ പകൽ സമയങ്ങളിൽ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ കാട്ടാനയുടെ ഒരു വിളയാട്ടം ഇപ്പോൾ പകൽ സമയത്തുണ്ടാകുന്നതാണ് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തീർത്തിരിക്കുന്നത്. മേഖലയിലെ കാർഷിക വിളകളൊക്കെ ആന നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് പകൽ സമയത്ത് പോലും ഇനി പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ള വലിയ ഭീതിയാണ് ഈ ആനകൾ 11:30 ഇന്ന് പട്ടാപ്പകൽ 11:30 പുറത്തിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇന്ന് ഈ പകൽ പുറത്തിറങ്ങിയ ആനകളെ പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും ഒക്കെ പേടിപ്പിച്ച് കാട്ടിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നാണ് മേഖലയിലുള്ളവർ പറയുന്നത്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും ആന ഇനിയും ഇറങ്ങും എന്നൊരു ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ തന്നെ നിലമ്പൂരിന്റെ പല മേഖലകളിലും, പ്രത്യേകിച്ച് ഏറനാട് മണ്ഡലത്തിലുള്ള ചാലിയാർ പഞ്ചായത്ത് ആകട്ടെ, കരുളായി ആകട്ടെ, അതുപോലെ തന്നെ മൂത്തേടമാകട്ടെ, ഇവിടെയൊക്കെ
ആനകൾ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് എപ്പോഴും വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒക്കെ വലിയ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലമ്പൂരിൽ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പട്ടാപ്പകൽ 11:30 ഈ ആനകൾ പുറത്തിറങ്ങി ഇത്രയും വലിയ നാശം കൃഷി മേഖലയിലൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് തീർക്കുന്നത്. അപർണ, റൈറ്റ്, പോത്തുകല്ലിലാണ് ആന ഇറങ്ങിയത്. ഓടി രക്ഷപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ. പട്ടാപ്പകലാണ് കാട്ടാന ഇറങ്ങിയത്. CV അനുമോദാണ് വിവരങ്ങൾ. വയനാട്ടിൽ അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു. അട്ടമല സ്വദേശി ബാലനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ബാലൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 4 പേരെയാണ് കാട്ടാന കൊന്നത്. കാട്ടാന ആക്രമണങ്ങൾ ചെറുക്കാൻ നടപടിയില്ല എന്നാരോപിച്ച് വയനാട് ജില്ലയിൽ ഹർത്താൽ തുടരുകയാണ്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിൽ മാനു കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് മറ്റൊരു ദാരുണ സംഭവം. തേയിലത്തോട്ടത്തിലാണ് ബാലന്റെ മൃതദേഹം കണ്ടത്. ഇന്നലെ ചൂരൽമലയിൽ നിന്ന് അരിയടക്കമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തെ ചെറിയ കൂപ്പ് റോഡിലൂടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ബാലകൃഷ്ണൻ. രാവിലെയാണ് മൃതദേഹം കണ്ടത്. ഏറാട്ടുകുണ്ട് കോളനിയിൽ കറുപ്പന്റെ മകൻ ബാലകൃഷ്ണന് 27 വയസ്സു മാത്രമാണ് പ്രായം. പ്രദേശത്ത് കാട്ടാന ശല്യമുണ്ടെന്ന് നേരത്തെ പരാതിപ്പെട്ടിരുന്നു. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ വെളിച്ചവുമില്ല. സോളാർ വാലി ആനയുടെ ആക്രമണത്തിൽ നേരത്തെ തന്നെ തകർന്നിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവിടുത്തെ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി മറ്റു പല മേഖലയിലും താമസിക്കുമ്പോൾ അവരുടെ കൃഷിഭൂമി മാത്രമാണ് അവിടെയുള്ളത്. അതിനകത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പകൽ സമയത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ വൈകുന്നേരങ്ങളിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ചർച്ച ചെയ്യുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായി അവിടെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. കാരണം അവിടെ കറണ്ട് ഇല്ല. നോഗോ സോണിനകത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ഇരുട്ടും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് കാടുകൾ രൂപപ്പെടുകയും ചെയ്ത് വിജനമായൊരു പ്രദേശമായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടാനകൾക്ക് കുറച്ചുകൂടി സ്വസ്ഥതയിൽ ആ പ്രദേശത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇത് ഫോറസ്റ്റിന് അറിയാത്ത കാര്യമല്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന പ്രദേശമാണ് അട്ടമല. ബെയിലിപ്പാലം കടന്ന് മാത്രമേ ഇവിടേക്ക് എത്താനാകൂ. ദുരന്ത സമയത്ത് ഇവിടെയുള്ളവർ മാറിപ്പോയെങ്കിലും പിന്നീട് ഈ കുടുംബങ്ങൾ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. ബാലന്റെ മരണത്തോടെ കേരളത്തിൽ 2 ദിവസത്തിനിടെ 4 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ന്യൂസ് 18 വയനാട്. ചേർത്തലയിൽ യുവതിയുടെ മരണത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ചേർത്തല മനോരമ കവല സ്വദേശി VC സജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഭർത്താവ് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് പരിക്കേറ്റതെന്നാണ് മകളുടെ പരാതി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിന്റെ നീക്കം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഏത് തരത്തിലുള്ള മൊഴികളാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്? കൃത്യമായിട്ട് ഇതിനകത്ത് ഭർത്താവ് തന്നെയാണ് മരണകാരണമായുള്ള മർദ്ദനം നടത്തിയത് എന്ന് പോലീസിന് വ്യക്തമാകുന്നു. ആ തരത്തിലാണോ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ടത് മകളുടെ മൊഴിയാണ്. അതായത് സോണിയുടെ മകൾ, 19 വയസ്സുള്ള മകളാണ് ഇത്തരത്തിൽ അച്ഛന്റെ മർദ്ദനത്തിന് വിധേയാണ് അമ്മ മരിച്ചത് എന്നുള്ള വിവരം പോലീസിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടി സോണിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഒപ്പം തന്നെ രാവിലെയോടെ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ചേർത്തല പോലീസ് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. RDOയുടെ അനുമതി നേടിയിട്ടുണ്ട്. മുട്ടം സെന്റ് മേരീസ് ഫെറോനോസ് പള്ളിയിലായിരുന്നു ഈ സിജിയുടെ സംസ്കാരം നടന്നിരുന്നത്. അവിടെ ഇപ്പോ പോലീസും RDOയും അടക്കമുള്ള സംഘം എത്തിയിട്ടുണ്ട്. പള്ളിയിലെ സിമിത്തേരിയിൽ നിന്നും ഞായറാഴ്ച മറവ് ചെയ്ത മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാനാണ് നീക്കം. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. RDOയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുക. RDO അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി കല്ലറ അടക്കം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കല്ലറ തുറന്ന മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തെടുക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സിജി, അതായത് മരണപ്പെട്ട 46-കാരിയായ സിജി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഈ ചികിത്സയിലിരിക്കെ പറഞ്ഞത് ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഭർത്താവ് സോണി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ സിജി വീണതിന് പിന്നിൽ ഭർത്താവ് സോണിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് മകൾ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്
ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ ഒരു രാത്രിയോടുകൂടി തന്നെ സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചേർത്തല പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡിയിലാണ് സോണി ഉള്ളത്. കല്ലറ തുറന്ന തുടർ പരിശോധനയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. കുട്ടിയുടെ മൊഴിയാണ് ഇതിനകത്ത് ഏറ്റവും ബലവത്തായ രീതിയിൽ പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരം. പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കൊല്ലപ്പെട്ട റീനയുടെ ഭർത്താവ് മനോജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മക്കളുടെ മുന്നിലിട്ടാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. കോടതി നിരീക്ഷിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് ശശി നാരായണൻ? 2014 ഡിസംബർ 28-നാണ് റാന്നി പൂഴിക്കുന്നത് സ്വദേശി റീനയെ ഭർത്താവ് മനോജ് തലക്കടിച്ച് കൊലപ്പെടുന്നത്. അതും മക്കളുടെ മുന്നിൽ വെച്ച് 10ഉം 11ഉം വയസ്സ് പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. റീനയുടെ മാതാവും ഈ സമയത്തുണ്ടായിരുന്നു. ഭാര്യയിലുള്ള സംശയമാണ് ഈ കൊലപാതകത്തിന് കാരണം. നിരന്തരം വീട്ടിൽ ഇത് സംബന്ധിച്ച് വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മനോജ്. എന്തായാലും 11 വർഷത്തിന് ശേഷം ഈ കേസിൽ ഇപ്പോൾ മനോജ് കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. നാളെയാണ് ശിക്ഷ വിധിക്കുക. ഈ കൊലപാതകം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പ്രതി കുറ്റക്കാരനത് കണ്ടെത്തിയിരിക്കുന്നത്. 2014 ഡിസംബർ 28-നാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത്. ഏറ്റവും പ്രധാനം ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ, അത് 10ഉം 11ഉം വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചും ഒപ്പം ജാക്കിലിവർ കൊണ്ട് അടിച്ചുമാണ് ഭാര്യ റീനയെ മനോജ് കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തും ആശുപത്രിയിൽ നിലവിളി കേട്ട് ഓടിക്കൂടിയ ആളുകൾ ആശുപത്രി എത്തിക്കുന്ന സമയത്തും റീനയെ മനോജ് മർദ്ദിച്ചിരുന്നു. അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകമാണ് ഉണ്ടായത്. അതിന്റെ പ്രതി കുറ്റക്കാരനാണെന്നാണ് ഇന്ന് കോടതി കണ്ടെത്തിയുള്ളത്. നാളെയായിരിക്കും ശിക്ഷ വിധിക്കുക. അപർണം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായ റാഗിങ്ങിന് വിധേയരാക്കി സീനിയർ വിദ്യാർത്ഥികൾ. ശരീരത്തിൽ കോമ്പസ് കൊണ്ട് മുറിവുണ്ടാക്കിയ ശേഷം ലോഷൻ ഒഴിച്ച് പീഡിപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച് പീഡിപ്പിച്ചതായും 6 വിദ്യാർത്ഥികൾ പരാതി നൽകി. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. 3 മാസം നീണ്ട പീഡന പരമ്പരയ്ക്കൊടുവിലാണ് കുട്ടികൾ പരാതിയുമായി എത്തിയത്. രക്ഷിതാക്കളെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് 5-അംഗ സംഘത്തെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പീഡനത്തിന്റെ വീഡിയോ അടക്കം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനമുണ്ടെന്നും എന്നാൽ ഒരു വിദ്യാർത്ഥി പോലും പരാതി പറഞ്ഞിരുന്നില്ലെന്നും കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളെ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ്, അച്ഛൻ, ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഏലപ്പാറ സ്വദേശിയുടെ പരാതി പരിഗണിച്ചാണ് പോലീസ് FIR ഇട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിലിന് കൈമാറിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനും തീരുമാനമായി. ഒരു പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ T. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. പക്ഷെ കുട്ടികളാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതായത് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും റാഗിംഗ് നടന്നു. സംവിധാനങ്ങളുടെ പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ നഴ്സിംഗ് കോളേജ് ചൂണ്ടിക്കാട്ടുന്നത്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോട്ടയം നഴ്സിംഗ് കോളേജിൽ വെച്ച് മകൻ റാഗിങ്ങിനിരയായ വിവരം മുൻപ് പറഞ്ഞിരുന്നില്ലെന്ന് പരാതിക്കാരന്റെ പിതാവ്. കോളേജിൽ നിന്ന് അധ്യാപകർ വിളിക്കുമ്പോഴാണ് അറിയുന്നതെന്നും നാളുകളായി റാഗിംഗ് നടന്നിരുന്നതായും വിപിന്റെ അച്ഛൻ ലക്ഷ്മണകുമാർ പറഞ്ഞു. പ്രശ്നത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ലക്ഷ്മണകുമാർ പറഞ്ഞു.
ഇന്നലെ ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. ലിബിൻ്റെ അച്ഛനാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. സംഭവം ലിബിൻ രാത്രി വിളിച്ചോന്ന് ചോദിച്ചു. ലിബിൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയും ചെയ്തു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പല ദിവസങ്ങളായിട്ട് പല നാളുകളായിട്ടും കോളേജിലെ സീനിയർ പിള്ളേർ തല്ലിയും പൈസ വയ്ക്കും, അവർ ഭീഷണി ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തു ചോദിച്ചപ്പോൾ അവർ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി ആക്ഷൻ എടുക്കുമ്പോൾ പോലീസ് പരാതി എടുക്കട്ടെ, അതിൻ്റെ പരാതി കിട്ടട്ടെ, അത് വേണ്ട ആക്ഷൻ എടുക്കാം. ഇപ്പം നിലവിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിലവിൽ നമ്മളതൊന്നും സംഭവം അറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുട്ടിയെ വിളിക്കുകയും ഞാൻ അച്ഛനെ വിളിക്കുകയും പപ്പ എൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു, വീട്ടിലോട്ട് വിളിക്കാൻ പേടിയായിരുന്നു. നിരന്തരം ഭീഷണിയും ശല്യം ചെയ്യും, പൈസ വയ്ക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല. കൂടെ ഉള്ള പിള്ളേരെ കൂടുതൽ ഓർത്തിച്ച് കുത്തുകയും വെട്ടുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പ്രിൻസിപ്പാളിനെ പറയും. പ്രിൻസിപ്പാൾ കേസെടുത്ത് സസ്പെൻഡ് നിലവിൽ ചെയ്തിട്ടുണ്ട്. പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. കേസ് മുന്നോട്ട് പോകും. കേരളം മുഴുവൻ അനന്തമായ തട്ടിപ്പ്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങി ക്രൈംബ്രാഞ്ച്. ജില്ലകളിലെ പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. പ്രതി അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു തുടങ്ങി. അതേസമയം പാതിവില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അഡ്വക്കേറ്റ് A രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ പ്രതിയായ പാതിവില തട്ടിപ്പ് കേസിൽ ഓരോ ജില്ലകളിൽ നിന്നും വരുന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളും സംഘം പരിശോധിച്ചു തുടങ്ങി. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. അതേസമയം പാതിവില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അശോക അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനായുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് അനന്തകൃഷ്ണൻ പിടിയിലാകുന്നത്. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനോടുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. പണം നഷ്ടമായവരുടെ മൊഴിയെടുക്കലാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. ഇതുകൂടാതെ പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനും വാങ്ങിയവരുടെയും മൊഴിയെടുക്കണം. നിലവിൽ അനന്തകൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലകളിലായി 100 കണക്കിന് പ്രതികളുമുണ്ട്. ഓരോരുത്തരുടെയും പങ്ക് പരിശോധിച്ച് അറസ്റ്റിലേക്ക് കടക്കണം. വിപുലമായ പദ്ധതി തയ്യാറാക്കി അന്വേഷണം നടത്തിയാലും ഓരോ കുറ്റപത്രവും തയ്യാറാക്കാൻ സമയമെടുക്കുമെന്ന വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച്. ന്യൂസ് 18 കൊച്ചി. പാതിവില പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് NGO കോൺഫെഡറേഷനിൽ നേരത്തെ തന്നെ തർക്കം ആരംഭിച്ചിരുന്നുവെന്നതിന് തെളിവ് പുറത്ത്. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായതോടെ സംഘടനാ ബോർഡ് യോഗത്തിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണൻ തമ്മിലുണ്ടായ ഭിന്നതയുടെ ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന NGO കോൺഫെഡറേഷൻ യോഗത്തിൽ തന്നെ ഭിന്നത പ്രകടമായി. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായത് ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ അനന്തകൃഷ്ണന്റെ പ്രവർത്തനത്തിൽ ചെയർമാൻ ആനന്ദകുമാറും അതൃപ്തി രേഖപ്പെടുത്തി. ഞാൻ അനന്തുവിൻ്റെ അടുക്ക് അന്നേ എനിക്കൊരു 4 മാസം മുമ്പ് പറഞ്ഞു, അനന്തു 2 വീലർ 50,000 രൂപ അവർ തരുന്നു, 56,000 രൂപ നിങ്ങളിടുന്നു, നിങ്ങളുടെ കമ്പനി ഇടുന്നു, അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്. ഇതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ശരിയാണെങ്കിൽ അനന്തു ഒരു 4 or 5 തവണ ഞാൻ അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനായിട്ട് ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സായി ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് 2 മിനിറ്റ് മതി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് ഞാൻ മീൻ ചെയ്തത് ഒരു വാക്കെന്നുള്ളതല്ല. ഞാൻ മീൻ ചെയ്തത് 56,000 രൂപ നിങ്ങളുടെ കമ്പനി ഇടുമ്പോൾ അതിൽ 10,000 രൂപ മാർക്കറ്റിംഗ് ഫണ്ടാണ്, അതിൽ 20,000 രൂപ ഇന്ന ഫണ്ടാണ്, അതിൽ 30,000 രൂപ വേറെ ഏതെങ്കിലും പാർട്ടി തന്നതാണ്. ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഒരു യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല. പണം തിരികെ നൽകാൻ തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നാണ് അനന്തകൃഷ്ണന്റെ മറുപടി. പണം വന്ന വഴിയും അനന്തു വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഇതിനകത്ത് 1 രൂപ കോൺഫെഡറേഷൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ രാവിലെ ശിവചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു, നമുക്ക് ഇന്ന് സാറിന് ഞാൻ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞു ഇന്നിത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരാളും എവിടെയാണ് ഞങ്ങളുടെ പൈസ എന്ന് ചോദിക്കും.
ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് പോലെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഫിനാൻഷ്യൽസിൽ പറയാനുള്ളത്. ഓരോന്നിനും ഇത്രയും അധികം പേയ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും ഉറക്കമോ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിലാണ് എല്ലാ എഗ്രിമെന്റുകളും ചെയ്ത് കോൺഫെഡറേഷന്റെ ഡീഡിൽ പോലും അനന്തകൃഷ്ണന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി പണം പിരിക്കരുതെന്ന ധാരണയിൽ യോഗം പിരിഞ്ഞു. ഇതില് എൻ്റെ ഒരു അഭ്യർത്ഥന, ചെയർമാൻ ഉൾപ്പെടെ ₹1 ഈ ഇന്നത്തെ ദിവസം മുതൽ ₹1 മേടിക്കുകയോ മേടിച്ചതിന് അയച്ചു എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയോ പാടില്ല, ദയവ് ചെയ്ത്. പണം നിക്ഷേപിച്ചവർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനാവാത്തത് സംഘടനയ്ക്കുള്ളിൽ വലിയ തർക്കമായിരുന്നു. പണം ചെലവഴിക്കുന്ന രീതിയിലും അവ്യക്തതയുണ്ടായിരുന്നു. ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിലുണ്ടായ ഈ ഭിന്നതയ്ക്ക് ശേഷവും ഇരുവരും ചേർന്ന് നിക്ഷേപകരെ ആകർഷിക്കാൻ യോഗം വിളിച്ചു. പോലീസ് പിടിയിലായതോടെ CSR ഫണ്ട് വരാത്തതിന് ആനന്ദകുമാറിനാണ് ഉത്തരവാദിത്തമെന്നാണ് അനന്തകൃഷ്ണൻ നൽകിയ മൊഴി. ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ചികിത്സയിലായിരുന്ന 19-കാരൻ തൂങ്ങി മരിച്ചു. മലപ്പുറം കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. പെൺസുഹൃത്ത് ആത്മഹത്യ ചെയ്തതിൽ മനംനൊന്താണ് കഴിഞ്ഞ ദിവസം സജീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെ ഒരാഴ്ച മുൻപാണ് തൃക്കലങ്കോട് സ്വദേശിനിയായ ഷൈമ ജീവനൊടുക്കിയത്. ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സജീറിനെ ഇടമണ്ണ പുകമണ്ണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഫ്ബി യൂസർ ഫീയിൽ മുഖ്യമന്ത്രിയുടെ സ്ഥിരീകരണം. കിഫ്ബിയെ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന കമ്പനിയാക്കി മാറ്റണം. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയും. കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത്. സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ 50% പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ്. കിഫ്ബിക്ക് ഗ്രാൻഡ് ഇനത്തിൽ ഇതുവരെ നൽകിയ 20,000 കോടിക്ക് പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ്. അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കേണ്ടതുമുണ്ട്. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ, കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലും മുഖ്യമന്ത്രി തന്നെ സർക്കാർ നിലപാട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതായത് ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാലും സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? അപർണ, കിഫ്ബിയുടെ നിർമ്മാണങ്ങളായി വരുന്ന റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ ഉണ്ടാകുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ചേരുകയും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ടോൾ എന്ന തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. വലിയ വിമർശനമാണ് പിന്നീട് ഉയർന്നു വന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ. നേരത്തെ ഒരു ഘട്ടത്തിൽ മുൻപ് CPM അതിശക്തമായി സമരം ചെയ്തിരുന്നതാണ് ഈ ടോൾ സംവിധാനത്തിനെതിരെ. അതേ CPM തന്നെ ടോൾ കൊണ്ടുവരുന്നു എന്നതാണ് കേന്ദ്രത്തിന്റെ നയം തുടരുന്നു. ഇതിന് തോമസ് ഐസക് നേരത്തെ തന്നെ മറുപടി നൽകിയത്, അങ്ങനെ കേന്ദ്രം ചെയ്യുന്നത് കൊണ്ട് കേരളത്തിന് ചെയ്യാൻ പാടില്ല. കേന്ദ്രം ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് കേന്ദ്ര വിരുദ്ധ നിലപാടായി കണ്ടുകൊണ്ട് അതേ നയത്തിലൂടെ പോകാൻ പാടില്ല എന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാരിനില്ല എന്നൊരു കാര്യം മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു. KN ബാലഗോപാൽ അദ്ദേഹവും പിന്നീട് ടോളിനെ ന്യായീകരിച്ചു വരുന്ന നിലയുണ്ടായി. ഇപ്പോൾ അല്പം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ യൂസർ ഫീ എന്ന കാര്യത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് യൂസർ ഫീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ടോൾ തന്നെയാണ്. കിഫ്ബിയെ ലാഭമുള്ള കമ്പനിയാക്കി മാറ്റുക എന്ന ഒരു തീരുമാനം തന്നെയാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ്. കിഫ്ബി എടുക്കുന്ന വായ്പകൾ പോലും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് മാറണമെങ്കിൽ സ്വാഭാവികമായും കിഫ്ബി ഒരു വരുമാന സ്രോതസ്സായി മാറണം. സ്വന്തം നിലയിൽ തന്നെ വരുമാനമുണ്ടാക്കി പ്രവൃത്തികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. 8.5 വർഷം കൊണ്ട് ഏതാണ്ട് 87,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടന്നു എന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. 20,000 കോടി രൂപ സർക്കാർ ഗ്രാൻഡായി നൽകി.
പിന്നീട് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 13,000 കോടി രൂപ വരെ കിഫ്ബി സ്വന്തം നിലയിൽ കണ്ടെത്തിയതാണ്. അവിടെ ഒരു സ്വയം പര്യാപ്തത കിഫ്ബിക്കുണ്ട്. എങ്കിൽ തന്നെയും കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകളെയും നയത്തെയും മറികടന്ന് ഈ ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ മാത്രം തലയിൽ വരാതിരിക്കണമെങ്കിൽ കിഫ്ബി വരുമാനം ഉണ്ടാക്കുന്ന മാതൃകയായി വരണം. അതുകൊണ്ട് തന്നെ യൂസർ ഫീ വേണ്ടിവരും. ആ കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുകയാണ്. അതായത് തീരദേശ ഹൈവേ അല്ലെങ്കിൽ മലയോര ഹൈവേ, ഇനി നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ, ഇതിനെല്ലാം തന്നെ നിശ്ചിതമായ നിരക്കിൽ ടോൾ വരും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. അപർണ. വിനോദ് വിവരങ്ങൾ നൽകിയ. മരിച്ച കാർബോർഡ് ജീവനക്കാരി ജോളി മധു നിരന്തരം മാനസിക പീഡനത്തിനിരയായെന്ന ആരോപണം ശരിവെക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ക്യാൻസർ അതിജീവിതയായ ജോളിയെ ട്രാൻസ്ഫർ ചെയ്തത് ചട്ടവിരുദ്ധമായാണെന്ന് കയർബോർഡിലെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൊഴിൽ പീഡനം നേരിട്ടെന്നും മേലുദ്യോഗസ്ഥർ തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും കാണിച്ച് ജോളി എഴുതിയ അപൂർണമായ കത്തും ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. അതിനിടെ മറ്റൊരു ജീവനക്കാരന്റെ കുടുംബവും കയർബോർഡിനെതിരെ തൊഴിൽ പീഡന ആരോപണം ഉന്നയിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 19-നാണ് ജോളിയെ ആന്ധ്രാപ്രദേശിലുള്ള രാജമൻഡ്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. തുടർന്ന് ജോളി ക്യാൻസർ അതിജീവിതയാണെന്നും 2016 മുതൽ ചികിത്സ തുടങ്ങിയ അവർക്ക് ആജീവനാന്തം ചികിത്സ വേണ്ട സാഹചര്യമാണുള്ളതെന്നും സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ചേർത്ത് സ്ഥലമാറ്റത്തിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ജോളി അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മെഡിക്കൽ ലീവിനും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ക്യാൻസറോ ഹൃദ്രോഗമോ പോലെയുള്ള രോഗങ്ങളുള്ളവരെ സ്ഥലം മാറ്റരുതെന്നാണ് കയർ ബോർഡിന്റെ ബൈലോ. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രിക്ക് രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ ഇടുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രോഗാവസ്ഥയിൽ ജോളി എഴുതിയ അപൂർണമായ കത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണുള്ളത്. തൊഴിൽ സ്ഥലത്തെ പീഡനം തന്റെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാക്കുമെന്നും സർ എന്ന അഭിസംബോധനയിൽ തുടങ്ങുന്ന കത്തിൽ പറയുന്നു. ആ കത്ത് എഴുതുന്നതിനിടെയാണ് സെറിബ്രൽ ഹെമറേജിനെ തുടർന്ന് ജോളി ബോധരഹിതയായി വീഴുന്നത്. മേലുദ്യോഗസ്ഥനായ ജിതിൻ ശുക്ലയ്ക്ക് തന്നോട് പ്രതികാരമുണ്ടെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് തന്നെ ഉപദ്രവിക്കുന്നതെന്നും ജോളി പറയുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നു. ഈ അയാളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പൊ ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പൊ ശുക്ലയാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിന്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അതേസമയം കയർ ബോർഡിനെതിരെ തൊഴിൽ പീഡന പരാതിയുമായി മറ്റൊരു ജീവനക്കാരന്റെ കുടുംബവും രംഗത്തെത്തി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും പരിഗണിക്കാതെ ഒഡീഷയിലേക്കും പശ്ചിമ ബംഗാളിലേക്കും തുടർച്ചയായി സ്ഥലം മാറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് വേട്ടയാടലിന് കാരണമെന്നും ജീവനക്കാരനായ സുനിൽകുമാർ സിപിയുടെ മകൻ ആരോപിച്ചു. അച്ഛന്റെ കേസ് അത്രയും ജെനുവിനാണ്. അച്ഛന്റെ എല്ലാ റെക്കോർഡ്സും ഉണ്ട്, എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി കറപ്റ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് ഒഫീഷ്യൽസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ പേഴ്സണലി ഒരു 6 മാസം മുമ്പ് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ ജോലി വിട്ടിട്ട് അപ്പോൾ എൻ്റെ ഇൻകമും നിന്നു. അപ്പോൾ അച്ഛൻ്റെ ഈ മെൻ്റൽ ട്രോമ കുറച്ച് നാളായിട്ട് ഇതെന്താ പറയുക, ഇപ്പോൾ ജോളി മാഡം ഇങ്ങനെ അനുഭവിച്ചു. ഒരാളുടെ ജീവൻ പോയി കഴിയാൻ നേരത്താണ് ഇതൊക്കെ. ഇപ്പോൾ അടുത്ത ഒരാളായിട്ട് ഇരിക്കുന്ന എൻ്റെ അച്ഛനാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് കയർ ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപാണ്ഡി. സത്യസന്ധയായ ഉദ്യോഗസ്ഥയായിരുന്നു ജോളി മധുവെന്നും മുൻ ചെയർമാൻ ചൂണ്ടിക്കാട്ടി. Madam Jolly Madhu, she is very sincere, hard-working, and very importantly, that is, she is hardcore, honest man, honest worker, honest official. It is very difficult to have such an honest officer. News 18 കൊച്ചി. അന്തരിച്ച കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടന്നു. പാലാരിവട്ടം അഞ്ചുമനയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കയർ ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മസ്തിഷ്ക രക്തസ്രാവത്തിന് ചികിത്സയിലിരിക്കെ 2 ദിവസം മുൻപാണ് മരണം സംഭവിച്ചത്. രോഗിയായിരുന്നിട്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച ജോളിയെ സ്ഥലം മാറ്റിയ നടപടി വിവാദമായി.
ജോളി മധുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി കാർബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധം. CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കൊല്ലം കുളത്തുപുഴ കണ്ടഞ്ചിറ ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന് തൊഴിലാളികൾ. തീപിടുത്തം പ്രതിരോധിക്കാൻ അടിക്കാടടക്കം വെട്ടിമാറ്റിയിരുന്നു. തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയുണ്ടായ തീപിടുത്തം 10 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. വനം വകുപ്പും ഫയർഫോഴ്സും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ വർഷവും കണ്ണഞ്ചിറ എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തീരുമാനമായത്. റീപ്ലാന്റിംഗിനായി മരങ്ങൾ വെട്ടിമാറ്റിയ സ്ഥലത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീട് തീ തോട്ടത്തിലേക്ക് പടരുകയായിരുന്നു. ഏകദേശം 300 ഹെക്ടറോളം കത്തിനശിച്ചതായാണ് കണക്ക്. തീ പടരാതിരിക്കാൻ അടിയന്തര ഫയർ ലൈൻ ഒരുക്കിയാണ് ഒരു പരിധി വരെ നിയന്ത്രിച്ചത്. തീ അണച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റിലെ വെള്ളം തീർന്നാൽ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടുവരാൻ മണിക്കൂറുകളുടെ താമസമെടുക്കും. മിക്കയിടങ്ങളിലും വഴിയില്ലാത്തതും തീ അണയ്ക്കുന്നതിന് തടസ്സമായി. റീപ്ലാന്റിംഗിനായി വാങ്ങി സൂക്ഷിച്ചിരുന്ന തൈകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമാണുണ്ടായത്. ഫാമിംഗ് കോർപ്പറേഷന്റെയും വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഓയിൽ പാം എസ്റ്റേറ്റ്. ന്യൂസ് 18 കുളത്തൂപ്പുഴ. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. We lose control.